أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يريدون أن يطفئوا نور الله بأفواههم ويأبى الله إلا أن يتم نوره ولو كره الكافرون. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صدق الله العظيم. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത് പ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ ഓരോ സന്ദർഭങ്ങളിലും തഖ്വ ഉള്ളവരായിരിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ എന്നോടും അതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം അർഹിക്കുന്ന ഗൗരവത്തോടെ വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള പ്രചോദനമാണ് ഹിജ്റ നമുക്ക് നൽകുന്നത് എന്നാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരല്പം കൂടി ഹിജ്റയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നബുവത്തിന്റെ 10-ാം വർഷം റസൂലുള്ളാഹിക്ക് താങ്ങും തണലുമായിരുന്ന, വിശ്വാസി അല്ലാതിരുന്നിട്ട് കൂടി നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ സഹായിച്ചിരുന്ന അബൂ ത്വാലിബും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയ പത്നിയായിരുന്ന ഖദീജത്തുൽ കുബ്ര, ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ, ഇവർ രണ്ടുപേരും ഇഹലോകവാസം വെടിഞ്ഞു. ഈ ഒരു സന്ദർഭത്തിൽ ശത്രുക്കൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മണ്ണ് വാരിയിട്ടു, മണൽ വാരിയിട്ടു. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ രംഗം കണ്ട് കരഞ്ഞു, തല വൃത്തിയാക്കി. മോളെ, നീ കരയരുത്, അല്ലാഹു നിന്റെ പിതാവിന്റെ കൂടെയുണ്ട്. അല്ലാഹുവാണ് സത്യം. അബൂ ത്വാലിബ് മരിക്കും വരെ ഇത്രയേറെ പ്രയാസം നിറഞ്ഞ പീഡനങ്ങൾ ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ഠമിടറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്നതിന് പകരം അതിനൊരു പുതിയ ഭൂമി തേടിക്കൊണ്ട് ത്വായിഫിലേക്ക് പോയി. അവിടെ ചില കുടുംബക്കാരൊക്കെ ഉണ്ട്, സംരക്ഷണം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് പോയതെങ്കിലും അവരവിടെ നിന്ന് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. തെരുവ് പിള്ളേരെ വിട്ട് പൂക്കി വിളിക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്തു. കാല് പൊട്ടി രക്തമൊഴുകി. വളരെ ക്ഷീണത്തോടുകൂടി ഹുതുബയുടെയും ഷൈബയുടെയും തോട്ടത്തിൽ അഭയം തേടിയ അനുഭവമുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ ഹിജ്റയാണത്. അതിനു മുമ്പും സഹാബിമാരെ പറഞ്ഞയച്ചിട്ടുണ്ട് എത്യോപ്യയിലേക്ക്. അവിടുത്തെ രാജാവ് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അവിടേക്കും ഖുറൈശികൾ അവരുടെ പ്രയാസങ്ങളുമായി എത്തി, ശല്യപ്പെടുത്തലുകളുമായി എത്തി. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം.
ഏതായാലും എതിർപ്പ് അതികഠിനമായി, രൂക്ഷമായി. ഒരു നിലക്കും അവിടെ പ്രവർത്തിച്ചു മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന ഒരു സ്ഥിതി വന്നു. ഏറ്റവും ഒടുവിൽ ദാറുൻ നദുവ, കഅബയോട് ചേർന്ന് കാഫിറുകൾ യോഗം ചേർന്നിരുന്ന ഒരു സ്ഥലമാണ് ദാറുൻ നദുവ. അവിടെ മുശ്രിക്കുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു. പലതും പറഞ്ഞു പല ആളുകളും. ഒടുവിൽ നബിയെ കൊന്നുകളയാൻ തന്നെ തീരുമാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നമസ്കാരം കഴിഞ്ഞ് ദിക്റിലായിരിക്കെ ശത്രുക്കൾ ഇങ്ങനെ ദാറുൻ നദവയിൽ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനകം തന്നെ പലരെയും മക്കയിൽ നിന്ന് യസ്രിബിലേക്ക് അവിടുത്തെ ആളുകളുമായി ഉടമ്പടികൾ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ പലരെയും പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്വീകരിക്കാൻ പാകത്തിൽ മദീന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ നല്ല ഒരു മണ്ണൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മിക്കവാറും എല്ലാ വീടുകളിലേക്കും കയറി ചെന്നുകൊണ്ട്, അവിടുത്തെ മജ്‌ലിസുകളിലേക്ക് കയറി ചെന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആളുകളെ ക്ഷണിച്ച് ആ മണ്ണിങ്ങനെ പാകപ്പെട്ടു വരുന്നുണ്ട്. ആ സമയത്ത് ഒടുവിൽ അള്ളാഹുവിന്റെ കൽപ്പന കിട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹിനോട് അല്ലാഹു പറയാണ്, വഖുൽ, പറയുക, പ്രാർത്ഥിക്കുക, റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറാ. എൻ്റെ നാഥ, എൻ്റെ പ്രവേശനം നീ സത്യത്തോടൊപ്പമാക്കണമേ, എൻ്റെ പുറപ്പാടും സത്യത്തോടൊപ്പമാക്കണമേ, നിന്നിൽ നിന്നുള്ള ഒരു അധികാര ശക്തിയെ എനിക്ക് നീ സഹായിയായി നൽകണമേ. സൂറ ഇസ്രായിൽ നമുക്ക് പ്രാർത്ഥന കാണാം. ആ പ്രാർത്ഥന പഠിപ്പിച്ച് അത് ഉദ്ധരിച്ചതിന് തൊട്ടുടനെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാ വിജയത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ജാഅൽ ഹഖ് വദഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖ. ആ പദഘടനയും ആയത്തിന്റെ ഘടനയും ഒക്കെ പഠിക്കുന്നവർക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. ഈ ഹിജ്റ എന്ന് പറയുന്ന മഹാസംഭവം റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുമ്പോൾ വളരെ വ്യക്തമായ ആസൂത്രണങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. ആരോ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ നാട് വിട്ടങ്ങ് ഓടിപ്പോയതല്ല. അങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ ഇതിനകം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരെങ്കിലും ഉപദ്രവിച്ചപ്പോൾ അങ്ങ് ദേഷ്യം പിടിച്ചു പാഞ്ഞതല്ല. അത്തരം ഉപദ്രവങ്ങൾ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഷഹാദത്ത് ഉൾപ്പെടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. വ്യക്തമായ ആസൂത്രണത്തോടുകൂടി നടത്തിയിട്ടുള്ള ഒരു വലിയ യാത്രയായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. വഴി കാണിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് എന്ന് പറയുന്ന മുശ്രിക്കായ ഒരു മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുമതലപ്പെടുത്തി. അദ്ദേഹം മുശ്രിക്കാണ്. പക്ഷെ നമ്മുടേതായ പ്രബോധന വഴിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്, അവരെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവരെ എല്ലാവരെയും അകറ്റി നിർത്തേണ്ടതല്ല എന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖ് അവിശ്വാസിയാണ്. അദ്ദേഹത്തെ വഴികാട്ടാൻ വേണ്ടി ഏൽപ്പിച്ചു. നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന വഴി അടയാളങ്ങൾ ഉണ്ടല്ലോ, മണലിലൂടെയാണല്ലോ പോകുന്നത്, അത് മായ്ച്ചു കളയാൻ ആമിറിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? ആട്ടിൻപറ്റങ്ങളെയുമായി അതുവഴി വരണം. അപ്പോൾ അവിടെ രൂപപ്പെട്ടിട്ടുള്ള പാടുകൾ മാഞ്ഞു പോകും.
പിന്നാലെ വരുന്ന ആളുകൾക്ക് പിന്നെ പിടികൂടാൻ കഴിയുകയില്ല. അതേപോലെ തന്നെ മക്കയിൽ നിന്ന് എങ്ങോട്ടാണ് മദീനയിലേക്ക് പോകേണ്ടത്, അതിന് നേരെ എതിർഭാഗത്തേക്ക് പോയി. മക്കയിൽ നിന്ന് യഥാർത്ഥത്തിൽ പോകേണ്ട ദിശയിലേക്കല്ല പോയത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകേണ്ട ദിശയുടെ എതിർഭാഗത്തേക്ക് പോയി. കാരണം പിന്നാലെ വരുന്ന ആളുകളുടെ ദിശ തെറ്റിക്കാൻ വേണ്ടിയാണ്. ഭക്ഷണം കൊണ്ടുവന്ന് തരാൻ ആളെ ഏർപ്പാടാക്കി, അന്വേഷിച്ച് വരുന്നവരെ വഴിതിരിച്ചു വിടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കുക എന്നല്ല എന്ന പാഠമാണ് ഹിജറ നമുക്ക് നൽകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു സന്ദർഭമുണ്ട്. എത്ര മനോഹരമാണത്! അലി റളിയല്ലാഹു അൻഹുവിനെ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പുതപ്പിനടിയിൽ കിടക്കാൻ പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ ശത്രുക്കൾ എതിർക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ വിശ്വസ്തനായിരുന്നയാളായിരുന്നു. ദീന് മോശാണ്, ആള് നല്ലതാണ് എന്നതായിരുന്നു കാഴ്ചപ്പാട്. ബാങ്കില്ലാത്ത, ലോക്കറില്ലാത്ത ഒരു കാലത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളും സമ്പത്തും പണവും ഒക്കെ വിശ്വസ്തരായ ആളുകളെയാണ് ഏൽപ്പിക്കുക. മക്കക്കാർക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവരുടെ സ്വത്ത് ഏൽപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണ് അവർ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട സ്വത്തുക്കൾ റസൂലുള്ളാഹിന്റെ കയ്യിലുണ്ട്. അതും കൊണ്ട് പോകാൻ പറ്റുമോ? മക്ക വിട്ടുപോകുന്ന വിശ്വാസികളുടെ വീടും സമ്പത്തും കച്ചവട ചരക്കുമെല്ലാം ഇനി മുശ്രിക്കുകളാണ് കയ്യേറി ഉപയോഗിക്കുക. ഈ ന്യായം പറഞ്ഞിട്ട് വേണമെങ്കിൽ മക്കയിലുള്ളവരുടെ സ്വത്തെടുത്തു പോകാനാണല്ലോ ഒരാൾ ശ്രമിക്കുക. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലത് പഠിപ്പിച്ച നല്ല വ്യക്തിയാണല്ലോ. ആ സ്വത്തുക്കൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. അതാരുടേതാണ് എന്ന ലിസ്റ്റാണ് അടുത്ത സാധനം. ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിന്റെ അവകാശികൾക്ക് നീ ഇത് കൊടുക്കണം എന്നാണ്. എത്ര വലിയ ശത്രുക്കളാണെങ്കിലും കൊല്ലാൻ ഊരിപ്പിടിച്ച വാളുമായിട്ട് വീട് വളഞ്ഞിരിക്കുന്നവരുടെ സ്വത്താണ് ഈ ഏൽപ്പിക്കുന്നത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തതയില്ലാത്തവന് ഈമാനില്ല എന്ന് പഠിപ്പിച്ച റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അത് ഏൽപ്പിച്ചു. അത് കൊടുക്കേണ്ടവരുടെ ലിസ്റ്റും കൊടുത്തേൽപ്പിച്ചു. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ ധാർമ്മികമായ നിലവാരം വളരെ പ്രധാനമാണ്. എന്താ നമ്മുടെ സ്വഭാവം? നമ്മൾ സത്യസന്ധരാണോ? നമ്മുടെ ഇടപാടുകൾ ശുദ്ധമാണോ, വിശുദ്ധമാണോ? നമ്മുടെ കയ്യിലുള്ള ഒരു നാണയമാണെങ്കിൽ അത് വിശുദ്ധമാണോ? എത്ര ചെറുതോ വലുതോ ആയ വസ്തുക്കളാവട്ടെ അത് നമ്മുടേത് തന്നെയാണോ? ഇത് വളരെ പ്രധാനമാണ്. ധാർമ്മികമായ വിശുദ്ധി, സദാചാരമായ വിശുദ്ധി ഉള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ. കാരണം ഇന്നല്ലാഹു ത്വയ്യിബ്, അള്ളാഹു പരിശുദ്ധനാണ്. ലാ യുഖ്ബലു ഇല്ല ത്വയ്യിബ, അള്ളാഹു പരിശുദ്ധമായതല്ലാതെ സ്വീകരിക്കുകയില്ല എന്നാണ്. രണ്ട് തരം സമൂഹമുണ്ട്. ഒന്ന് കേവല സമൂഹം എന്ന് നമുക്ക് അതിനെ പേരിട്ട് വിളിക്കാം. മറ്റൊന്നിനെ ആദർശ സമൂഹം എന്ന് നമുക്ക് പേരിട്ട് വിളിക്കാം. കേവല സമൂഹത്തിന് ഖുർആനിൽ തന്നെ ഉദാഹരണമുണ്ട്. അത് ബനൂ ഇസ്രായേലുകളാണ്. മൂസാ അലൈഹിസ്സലാം അവർക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് അനുഷ്ഠിച്ചത്. ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ എത്രയാണ് അധ്വാനിച്ചത്. പക്ഷെ എന്നിട്ടും ഒരു സന്നിഗ്ധ ഘട്ടം വന്നപ്പോൾ അവരോട് വരൂ നമുക്ക് പോരാടാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തു കൊള്ളുക, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അതാണ് കേവല സമൂഹം. സമുദായം എന്ന് പറയുന്നത് അതാണ്. കാനേശുമാര് കണക്കരുത് മാപ്പിളമാരാണ്, മുസ്ലിങ്ങളാണ്, അത് വിശ്വാസികളാണ്. പക്ഷെ ആ കണക്കിൽ മാത്രമാണ് അതുള്ളൂ. മറ്റൊന്ന് ആദർശ സമൂഹമാണ്.
അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഉൾപ്പെടുന്ന സമൂഹമാണ്. ബദറിന്റെ തലേനാൾ ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയിരിക്കുന്നു പ്രതിരോധിക്കാൻ, എന്താ നിങ്ങളുടെ അഭിപ്രായം? അൻസ്വാരികളും മുഹാജിറുകളും പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, ഇസ്രായേൽ സമൂഹം പറഞ്ഞ പോലെ ഞങ്ങൾ പറയൂല, അങ്ങ് ഞങ്ങളെ കടലിലേക്കാണ് നയിക്കുന്നതെങ്കിലും ചോദ്യം ചെയ്യാതെ അങ്ങയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. ഇതാണ് ആദർശ സമൂഹം. അത്തരം ഒരു ആദർശ സമൂഹത്തെ കൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ പേരിലുള്ള, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പോരാട്ടം സാധ്യമാവുകയുള്ളൂ. ഹിജ്റയിൽ നമുക്ക് വനിതകളെ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗറിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് ഭക്ഷണം കൊണ്ടുവന്ന സ്ത്രീയെ നമുക്ക് കാണാം. അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹുമ. ഇരട്ടപ്പട്ടക്കാരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കൊടുത്തത്. എന്താ കാരണം? നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് അത് ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടാൻ നോക്കുമ്പോൾ കയറെടുക്കാൻ മറന്നു. അപ്പോൾ അരയിലുണ്ടായിരുന്ന പട്ടയെടുത്ത് നെടുകെ ചീന്തി ഒന്നുകൊണ്ട് ആ ഭക്ഷണം വെച്ച് കെട്ടിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് സ്വർഗത്തിൽ ഇരട്ടപ്പട്ട ലഭിക്കും. അങ്ങനെയാണ് ഇരട്ടപ്പട്ടക്കാരി എന്ന പേര് വന്നത്. ഒറ്റക്ക്. നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടുണ്ടോ പാടില്ലേ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ ശത്രുക്കൾ കണ്ടാൽ കൊന്നുകളയും. ഇഷ്ടമുള്ളത്ര ചുവന്ന ഒട്ടകങ്ങൾ ഓഫറായി ഇനാമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെയോ അല്ലാതെയോ ഹാജരാക്കുന്നവർക്ക്. അതിൽ കൊതി പൂണ്ട് ഓടി നടക്കുന്ന വേട്ടക്കാർക്കിടയിലൂടെയാണ് അവരുടെ കണ്ണു വെട്ടിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ആ പോണ പോക്കിലാണ്, അത്രയും ഫിത്നയുള്ള ആ പോക്കിലാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിൽ പങ്കാളിയാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പോയത് സൗറിലേക്കാണ്. ഗാർ സൗർ, ചെറിയ ഗുഹക്കാണ് ഗാർ എന്ന് പറയുക. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സങ്കല്പിക്കാം, ഇസ്രാഉം മിഅ്റാജും പോയ റസൂൽ പോയത് ബുറാക്കിന്മേലാണല്ലോ. അത്രയും ദൂരമുള്ള ഫലസ്തീനിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് പോകാൻ കഴിയുന്ന അത്യത്ഭുതകരമായ, അമാനുഷികമായ, അതിനു മുമ്പും ശേഷവും ആരും കണ്ടിട്ടില്ലാത്ത ബുറാഖ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുറാഖ് കാത്തിരിക്കാമായിരുന്നില്ലേ മദീനയിലേക്ക് പോകാൻ? അങ്ങനെ ബുറാഖും കാത്തിരുന്നാൽ എത്ര പൊടുന്നനെ കണ്ണു തുമ്മി തുറക്കുമ്പോഴേക്ക് മദീനയിലെത്തുമായിരുന്നില്ലേ? പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലെല്ലാം അത്തരത്തിലുള്ള മുഅ്ജിസത്തുകൾ കാത്തു നിൽക്കുകയായിരുന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ അല്ലാഹു തആല മുഅ്ജിസത്ത് ഇറക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബുറാഖ് കാത്തു നിന്നില്ല, സൗറിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ആസൂത്രണവും ധാർമ്മിക വിശുദ്ധിയും സർവോപരി അള്ളാഹുവിന്റെ കൽപ്പനയും പാലിച്ചപ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ച അലി റളിയല്ലാഹു അൻഹു നബിയുടെ പുതപ്പിനടിയിൽ കിടന്നു. ശത്രുക്കൾ ഇങ്ങനെ ദ്വാരങ്ങളിലൂടെ, ജനലഴികളിലൂടെ അകത്തേക്ക് നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുകയാണെന്നാണ് തോന്നിയത്. അവിടെ ഉള്ളത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നില്ല. ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്. അവര് തിരക്കി, മുഹമ്മദ് എവിടെ? സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒന്നും പറഞ്ഞില്ല. രക്ഷപ്പെട്ട ആളോടുള്ളതിനേക്കാൾ പകയും വിദ്വേഷവും രക്ഷപ്പെടാൻ അനുവദിച്ച വ്യക്തിയോട് ഉണ്ടാകേണ്ടതല്ലേ? പക്ഷേ അവർ അലി റളിയല്ലാഹു അൻഹുവിന് ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അവിടെയാണ് അള്ളാഹുവിന്റെ കാവലും ഇടപെടലും ഉണ്ടാകുന്നത്. അവർക്ക് തോന്നിയില്ല. അവരുടെ കയ്യിൽ ഇനി ആയുധമെടുക്കാൻ പോയിട്ട് വേണ്ട, ഊരിപ്പിടിച്ച വാളുണ്ട്. പക്ഷെ അവർ അലി റളിയല്ലാഹു അൻഹുവിന് ഒന്നും ചെയ്തില്ല. ഇൻ തൻസുറുല്ലാഹ് യൻസുറുകും വയുസബ്ബിത് അഖ്ദാമകും.
നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ പാദങ്ങൾക്ക് അവൻ ഉറപ്പ് നൽകും എന്നാണ്. നിങ്ങളുടെ പാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹുവിനെ സഹായിക്കുകയാണ് ആര്യ റളിയല്ലാഹു അൻഹു ചെയ്തത്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക വഴിയാണ് അള്ളാഹുവിനെ സഹായിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നോട്ടുള്ള പോക്കിന് അവസരമൊരുക്കിയത് അള്ളാഹു സഹായിച്ചു. ശത്രുക്കൾ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ സൗറിനകത്തിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സിദ്ദീഖുൽ അക്ബറിനെയും കാണും. അത് ചോദിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലെ, അവരൊന്ന് കുനിഞ്ഞു നോക്കിയാലോ എന്ന്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, പേടിക്കണ്ട, അല്ലാഹു ഉണ്ടല്ലോ നമ്മുടെ കൂടെ. പേടിക്കണ്ട അബൂബക്കർ. മൂന്നാമതായി അള്ളാഹു കൂടെയുള്ള രണ്ടുപേരെ കുറിച്ച് ആദി എന്തിന്? എന്തേ അവർക്ക് കുനിഞ്ഞു നോക്കാൻ തോന്നാതിരുന്നത്? അവിടെയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ. പക്ഷേ ആ ഇടപെടൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ സൗറിനോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെല്ലുമ്പോഴാണ്. മക്കത്ത് പോയവർക്ക്, സൗറ് കണ്ടവർക്കറിയാം സൗറിൽ എത്തിപ്പെടുക എന്നത് എത്രമാത്രം ദുഷ്കരമായ ഒരു യാത്രയാണ് എന്ന്. 1.5 മണിക്കൂർ നടന്നു കയറാൻ. ആ ശത്രുക്കൾ ആ മക്കയിൽ കണ്ട മലകളിലെല്ലാം കയറിയിട്ടുണ്ടാകുമല്ലോ തെരഞ്ഞു പോകുമ്പോ. അവരും കാണിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ക്ഷമ. ശത്രുക്കളും അവരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ക്ഷമ. പക്ഷെ ആ ക്ഷമയേക്കാൾ, ആ സബറിനേക്കാൾ അപ്പുറത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ. അതാണ് ഖുർആനിൽ പറഞ്ഞത്, ഇസ്ബിറൂ വസ്വാബിറൂ. നിങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല, ക്ഷമയിൽ മറ്റുള്ളവരെ അതിജയിക്കണം എന്ന് പറഞ്ഞത് അവിടെയാണ്. അങ്ങനെ ആ ശത്രുക്കളെക്കാൾ സബർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചപ്പോഴാണ് അവർക്ക് കുനിഞ്ഞു നോക്കാൻ തോന്നാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഖ്ബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. തങ്ങളുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അള്ളാഹു തന്റെ പ്രകാശം പൂർണ്ണതയിൽ എത്തിക്കാതിരിക്കുകയില്ല തന്നെ. സത്യനിഷേധികൾക്ക് അത് എത്ര അരോചകമായിരുന്നാലും അതൊന്നും അള്ളാഹിന്റെ വിഷയമല്ല. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അവനാകുന്നു അവന്റെ ദൂതനെ അയച്ചത് ബിൽ ഹുദാ വദീനിൽ ഹഖ്, സത്യദീനും വെളിച്ചമായ ഹിദായത്തും കൊണ്ട് അയച്ചത് അവനാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. എല്ലാ ജീവിത കാഴ്ചപ്പാടുകളെക്കാൾ, എല്ലാ ദീനുകളെക്കാൾ, എല്ലാ ജീവിത ദർശനങ്ങളെക്കാൾ മുകളിൽ അള്ളാഹുവിന്റെ ദീനിനെ സ്ഥാപിക്കാൻ. വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുദേവ വിശ്വാസികൾക്ക് അതെത്രമാത്രം അരോചകമുണ്ടാക്കിയാലും ശരി എന്നാണ്. സഹോദരന്മാരെ, ഹിജറ നൽകുന്ന ചില പാഠങ്ങൾ, അതിലൊന്ന് നമുക്ക് ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട് എന്നതാണ്. നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമ്മളിങ്ങനെ രാവിലെ ആവുക രാത്രി ആവുക അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ. നമുക്കൊരു ലക്ഷ്യമുണ്ട്, അത് ഉന്നതമായ ലക്ഷ്യമാണ്, അള്ളാഹു നൽകിയതാണ്. 2, ആ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകാൻ നാം തീരുമാനിച്ചാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നതാണ്. മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ ആസൂത്രണവും വ്യവസ്ഥാപിതത്വവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ്. 4, അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അവൻ നമ്മെ വഴി നടത്തും എന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന ഒരു ചൊല്ലുണ്ട്. നൂഹ് നബി കപ്പലുണ്ടാക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അഥവാ മഴ പെയ്ത് വെള്ളം പൊങ്ങിയതിനു ശേഷം ഇനി എന്തു ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ തോണി തെരഞ്ഞു നടക്കുകയായിരുന്നില്ല. പെയ്യാനിരിക്കുന്ന മഴയെ മുൻകൂട്ടി കണ്ട് വരാനിരിക്കുന്ന മഹാപേമാരിയിൽ നാട് മുങ്ങിപ്പോകുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അതിന് പാകത്തിലുള്ള കപ്പൽ പണിയുക എന്ന ആസൂത്രണമാണ് മഹാനായ നൂഹ് അലൈഹിസ്സലാം ചെയ്തത് എന്നത് നമ്മുടെ ജീവിതത്തെ തിരുത്താൻ, മാറ്റാൻ ഉള്ള പാഠമായി നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.